ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ കാര്യങ്ങളായിട്ട് നോളജിൻ്റെ പറ്റിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആളുടെ ചോദിക്കാം എന്തൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ്. സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കുന്ന കുറച്ച് സൗണ്ട് കൂട്ടി പറഞ്ഞു. സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കുന്ന സുരക്ഷാ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ധാരാളം സ്ത്രീകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പുരുഷന്മാരെയും പുരുഷ ബന്ധുക്കളെയും അത് വിവാഹം കഴിച്ച ജീവിത പങ്കാളിയാവട്ടെ, അവരുടെ ബന്ധുമിത്രാദികളോ മറ്റു രീതിയിലുള്ളവരാവട്ടെ, വളരെയധികം ചൂഷണം ചെയ്യുന്ന ഒരു പരിസ്ഥിതി നാട്ടിൽ സംജാതമായി നടന്നിരിക്കുകയാണ്. ഈ അവസ്ഥ പുരുഷനായാലും സ്ത്രീയായാലും ഭരണഘടന പ്രകാരം എല്ലാവരും ഈക്വലാണ്, തുല്യരാണ് എന്നുള്ളത് പറയുന്നത് ഈക്വൽ ജനറാലിറ്റി എന്ന് ആവശ്യപ്പെടുന്നത് ഈ നിയമത്തിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ നിയമത്തിൻ്റെ സുരക്ഷയെ ധാരാളം ദുരുപയോഗമാണ് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ള പല കോടതി വിധികളും അത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയായാലും ഹൈക്കോടതികളായാലും നന്നാക്കി ഓരോ ദിവസം എന്ന് പറഞ്ഞതുപോലെ തന്നെ എടുത്തെടുത്ത് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലൊരു കുടുംബ കോടതിയിലെ കേസുകളായാലും അതല്ലാത്ത രീതിയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസുകളായാലും ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ അതേപോലെ തന്നെ വളരെയേറെ ദുരുപയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുമിച്ച് ഒരു വിവാഹം കഴിച്ച ജീവിത പങ്കാളിയായിരുന്നു ജീവിതകാലം മുഴുവൻ പങ്കാളിയോടൊപ്പം ആ വീട്ടിലെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന വീട്ടിലെ സാഹചര്യത്തിന് വിധേയമായ രൂപത്തിൽ ജീവിക്കുക എന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ആണ് വിവാഹം കരാർ പ്രകാരം അവർക്കതിന് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മ്യൂച്വൽ ഡൈവേഴ്സ് കാര്യങ്ങൾ വാങ്ങിക്കാം. അതിൽ ഈ വർഷം പക്ഷേ പലവരും വർഷങ്ങൾ കഴിഞ്ഞ് 10ഉം 20ഉം വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രശ്നങ്ങളും ഇത് ബോധപൂർവം ഉണ്ടാക്കി ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിൻ്റെ സൗകര്യത്തിൽ വളരെയേറെ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുരുഷനും അല്ലെങ്കിൽ പുരുഷ ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് വിവാഹം കഴിച്ച് വരുന്നത്. ഇങ്ങനെ വിവാഹം കഴിച്ച് വന്നു കഴിഞ്ഞാൽ അത് ആ നിയമത്തിൻ്റെ ദുരുപയോഗം ഇത് പുരുഷനെയും പുരുഷ ബന്ധുക്കളായിട്ടുള്ള ആളുകളെയും ആ വീട്ടിൽ നിന്ന് പല കുതന്ത്രങ്ങളും നൽകിക്കൊണ്ട് ആട്ടിയോടിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് പല പുരുഷന്മാരും സ്വന്തം വീടും സ്വത്തുക്കളും വിട്ടുകൊണ്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നാട്ടിൽ നടന്നു വരുന്നുണ്ട്. അത് പലവരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം രീതിയിലുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് മാതൃകാപരമായ രീതിയിൽ ശിക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ സംഘടനയ്ക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്കും അതേപോലെ തന്നെ സർക്കാർ ഭരണാധികാരികളുടെ മുന്നിലേക്കും അവതരിപ്പിക്കാനായിട്ടുള്ളത്. ഇങ്ങനെ നേരിടുന്ന പുരുഷന്മാർ പലവരും ഇന്ന് കേരളത്തിലെ കണക്കനുസരിച്ചുള്ള വന്ന അവസാനമായി വന്ന പല വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യയിൽ പുരുഷന്മാരാണ് നടത്തുന്നത്. അത് കുറഞ്ഞ പ്രായത്തിൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് പലവരും തള്ളി നീക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ ആരും അന്വേഷിക്കാറില്ല. അത് നല്ല ശതമാനം കുടുംബ പ്രശ്നങ്ങളും കുടുംബ വഴക്കുകളും ഒരാൾ മറ്റൊരാളുടെ മുന്നിലേക്ക് അറിയിക്കാതെ സ്വമേധയാ ജീവനെടുക്കുന്ന ദുർമരണങ്ങൾ പുരുഷന്മാരുടെ ധാരാളം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണങ്ങളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് ഇത്തരം ഡൊമസ്റ്റിക് വയലൻസ് കേസുകളിലായാലും അതല്ലെങ്കിൽ പിന്നെ കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലായാലും വന്നിട്ടുള്ള എല്ലാ വിഷയത്തിലും അവരുടെ പുരുഷന്മാരോട് ആരും തന്നെ സ്വമേധയാ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കരുത്, ആത്മഹത്യയിലേക്ക് എത്തിപ്പെടരുത്. നിങ്ങൾക്ക്
സംരക്ഷണവും അതേപോലെ സഹായങ്ങളും നൽകുന്നതിന് വേണ്ടിക്കൊണ്ട് കുറേ പുരുഷന്മാരുടെ സംരക്ഷണം എന്നതിൽ പ്രവർത്തിക്കുന്ന മെൻസ് അഡ്വൈസറി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനയുടെ പ്രവർത്തനവുമായിക്കൊണ്ട് നിങ്ങൾ സഹകരിക്കണം, അതിൽ നിങ്ങൾ അംഗങ്ങളാവണം. തുടർന്നുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് താങ്ങും തണലുമായിക്കൊണ്ട് സംഘടന ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് മുഴുവൻ പുരുഷന്മാരെയും നിങ്ങൾ ഈ സംഘടനയോടൊപ്പം ചേരാനും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കാനും തയ്യാറാവണം. അതേപോലെ തന്നെ സമൂഹത്തോടും ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ അതേപോലെ ഉൾപ്പെടെയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഉദാരമനസ്കരായ മുഴുവൻ ബഹുജനങ്ങളും രംഗത്തിറങ്ങണമെന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാക്കണമെന്നും കൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും ഈ നിയമത്തിൽ കാതലായ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എല്ലാ ജനങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും തുല്യനീതി, ആര് കുറ്റം ചെയ്താലും ശിക്ഷ ഒരുപോലെ എന്ന രീതിയിലേക്ക് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൊണ്ടുവരണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെ ഈ നിലവിലുള്ള നിയമപ്രകാരം വീടുകളിൽ നിന്നും പങ്കു സ്വത്തുക്കളിൽ നിന്നും മാറ്റിയോടിക്കപ്പെട്ടു പോകുന്ന ധാരാളം പുരുഷന്മാർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ തെരുവിൽ ജീവിക്കേണ്ടവരല്ല, അവരെ സ്വന്തം വീടിന് നാട്ടിലെ നിയമത്തിൻ്റെ ഫലമായിക്കൊണ്ട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അവരുടെ സ്വന്തം പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം പേരിലെ സ്വത്തുക്കളിൽ നിന്നും അവർക്ക് താമസിക്കാൻ പറ്റാണ്ട് തെരുവിലേക്ക് തള്ളി നീക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കുള്ള സംരക്ഷണവും കാര്യങ്ങളും സർക്കാർ ഒരുക്കി നൽകണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയെന്ന് അതാണ് ഞങ്ങളുടെ. അതുകൊണ്ട് ഒരു പുരുഷന്മാരും യാതൊരു കാരണവശാലും ആത്മഹത്യയിലേക്ക് ചെയ്യരുത്. എല്ലാവരും നമ്മൾ ഒരു കൂട്ടം ആളുകളുണ്ട്, നമ്മൾ ഒന്നിച്ച് പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തുല്യനീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് പോരാടാം, പ്രവർത്തിക്കാം. നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധരാവണം. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്, ഈ കാര്യങ്ങൾക്ക് ഇതുപോലെ സ്ത്രീകൾക്ക് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ, കോടതി ഇതുപോലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു പരാതി നൽകുന്നതിന് വേണ്ടി മറ്റേ ബാലാവകാശ കമ്മീഷൻ, യുവജന കമ്മീഷൻ, അതുപോലുള്ള വനിതാ കമ്മീഷൻ പോലുള്ള ധാരാളം കമ്മീഷനുകൾ പലതും ഉണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് പരാതി നൽകുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ എന്നത് ഇല്ല. ഒരു കമ്മീഷൻ ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ സെല്ലുമാർ തന്നെ പുരുഷന്മാർക്കും പരാതി നൽകാൻ പോലീസിൻ്റെ ഇടയിൽ ഒരു സെല്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പരാതികളുടെ കൂമ്പാരമായിരിക്കും എന്നുള്ളതും കൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് പുരുഷന്മാർ പരാതിപ്പെടാനും വേണ്ടി ഈ ഉള്ള വലിയ ആശങ്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് പലരും ജീവൻ തന്നെ അവസാനിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളതും കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, അതുപോലുള്ള മറ്റുള്ള നിയമവിദഗ്ധന്മാർ എല്ലാ വിഭാഗങ്ങളും ഇതിനോട് വേണ്ടതുപോലെ ഗൗരവപരമായി ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ എല്ലാ പൗരന്മാർക്കും തുല്യനീതിയോടുകൂടി ജീവിക്കുന്നതിനും ജീവിതകാലം മുഴുവൻ നല്ലതുപോലെ ജീവിക്കുന്നതിൻ്റെ പശ്ചാത്തല സൗകര്യം ഭൗതിക സാഹചര്യം ഒരുക്കണമെന്ന് തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മെൻസ് അഡ്വൈസറി നെറ്റ്വർക്കിൽ മുഴുവൻ പുരുഷന്മാരും ഇതുപോലുള്ള എല്ലാവരും സഹായിക്കണമെന്നും എല്ലാവരും സഹകരണം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളെ